പശ്ചിമേഷ്യൻ സംഘർഷം ഏറ്റവും സംഘർഷപൂരിതമായ നിമിഷങ്ങളിലൂടെ കടന്നുപോവുകയാണ്. ഇസ്രയേൽ കൂടുതൽ സൈനിക നീക്കത്തിന് ഒരുങ്ങുകയാണ്. ഇറാനുമെതിരെ മാത്രമല്ല, ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് മേലും ഇറാന്റെ സൈനിക നീക്കമുണ്ടാകുന്നു. ഇസ്രയേലിന്റെ സൈനിക നീക്കമുണ്ടാകുന്നു. ഡെപ്യൂട്ടി സെക്രട്ടറി അടക്കം അവർ മിസൈൽ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. അതേസമയം ഇറാനും തിരിച്ചടിക്കുകയാണ്. US-ന്റെ വിവിധ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. കുവൈറ്റിൽ വെച്ച് US-ന്റെ F-15 യുദ്ധവിമാനം വെടിവെച്ചിരുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ആ പാരച്യൂട്ടിൽ പൈലറ്റ് രക്ഷപ്പെട്ട ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ തരത്തിൽ ഇറാനും തിരിച്ചടിക്കുന്നു എന്നതാണ് شوف يا واحد شوف هذا المسير يا الربع شوف انزلوا هذول ايرانيين مدري شنو شوف يا واحد شوف هذا المسير يا الربع شوف انزلوا هذول ايرانيين مدري شنو شوف يا واحد شوف هذا المسير يا الربع شوف انزلوا هذول ايرانيين مدري شنو شوف يا واحد شوف هذا المسير يا الربع شوف انزلوا هذول ايرانيين مدري شنو شوف يا واحد شوف هذا المسير يا الربع شوف انزلوا هذول ايرانيين مدري شنو شوف يا واحد شوف هذا المسير يا الربع شوف انزلوا هذول ايرانيين مدري شنو شوف يا واحد شوف هذا المسير يا الربع شوف انزلوا هذول ايرانيين مدري شنو شوف يا واحد شوف هذا المسير يا الربع شوف انزلوا هذول ايرانيين مدري شنو شوف يا واحد شوف هذا المسير يا الربع شوف انزلوا هذول ايرانيين مدري شنو شوف يا واحد شوف هذا المسير يا الربع شوف انزلوا هذول ايرانيين مدري شنو شوف يا واحد شوف هذا المسير يا الربع شوف انزلوا هذول ايرانيين مدري شنو شوف يا واحد شوف هذا المسير يا الربع شوف انزلوا هذول ايرانيين مدري شنو شوف يا واحد شوف هذا المسير يا الربع شوف انزلوا هذول ايرانيين مدري شنو شوف يا واحد شوف هذا المسير يا الربع شوف انزلوا هذول ايرانيين شوف يا واحد شوف هذا المسير يا الربع شوف انزلوا هذول ايرانيين مدري شنو شوف يا واحد അജയ് അജയ്, ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ അമേരിക്കയുണ്ടാകുന്ന ഒരു വലിയ തിരിച്ചടിയാണ്. അവരുടെ F-15 ഇതുവരെ സൈനിക രംഗത്ത് ഏറ്റവും പ്രഹരശേഷിയുള്ള അവരുടെ പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്നായിരുന്നു. അവിടെയാണിപ്പോൾ F-15 യുദ്ധവിമാനത്തിന് شوف يا واحد شوف هذا المسير يا الربع شوف انزلوا هذول എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് പലയിടങ്ങളിലായി രൂപപ്പെടുന്നത്. മലയാളികളടക്കം പലയിടങ്ങളിൽ പ്രതിസന്ധികളുണ്ട്. അവിടെ സൈറനുകൾ മുഴങ്ങുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട്. ഖത്തറിൽ നിന്നും പവിത്ര ഉണ്ണി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി പവിത്ര ഉണ്ണി, എന്താണ് അവിടുത്തെ സാഹചര്യം? ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ടോ അവിടെ? ആശങ്കപ്പെടുന്ന സാഹചര്യം ആയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഇന്നലെ രാവിലേക്ക് ശേഷം ശാന്തമായിരുന്ന ആകാശം ഇന്ന് രാവിലെ വീണ്ടും ഇന്റർസെപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ദോഹ സമയം 8 മണിക്ക് ശേഷവും ഇന്റർസെപ്ഷന്റെ ശബ്ദം കേൾക്കാൻ സാധിച്ചു. അലേർട്ട് മെസ്സേജും ഇപ്പൊ വന്നിട്ടുണ്ട്. ഇനി മുന്നോട്ട് എന്താണ് എന്നുള്ളതാണ് ആശങ്ക. ജനജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? അവിടെ വർക്ക് അറ്റ് ഹോം ഒക്കെ അനുവദിച്ചിരുന്നു ചില കമ്പനി, ചിലപ്പോൾ അവധികളും കൊടുത്തിട്ടുണ്ട് ചില കമ്പനികളിൽ നിന്നൊക്കെ കേട്ടിരുന്നു. അത്തരം സാഹചര്യമുണ്ടോ അവിടെ?
സ്കൂളുകളെ സംബന്ധിച്ച് ഇനി ഒരു അറിയിപ്പ് വരെ ഡിസ്റ്റൻസ് ലേണിംഗ് ആണ്, ഓൺലൈൻ ക്ലാസ്സുകളാണ് നടത്തുന്നത്. അതിന്റെ അപ്ഡേറ്റ്സ് ദിവസവും മെയിലായിട്ട് സ്കൂളുകളിൽ നിന്ന് വരുന്നുണ്ട്. ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ജീവനക്കാർക്ക് ഇന്നലെ വർക്ക് ഫ്രം ഹോം കൊടുത്തിരുന്നു. ഇന്നത്തെ അപ്ഡേറ്റ് അറിഞ്ഞില്ല. പക്ഷെ പ്രൈവറ്റ് ജീവനക്കാരാണ് കൂടുതൽ. അവർക്കെല്ലാവർക്കും ജോലിക്ക് പോകേണ്ട ആവശ്യം തന്നെയുണ്ട്. പക്ഷെ ചില കമ്പനികളൊക്കെ വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവർക്ക്. അല്ലാത്തവർക്ക് എല്ലാവർക്കും ഓഫീസിൽ പോകേണ്ട സാഹചര്യം തന്നെയാണുള്ളത്. ഈ മലയാളികൾ പൊതുവിൽ ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും ഡയറക്ഷൻസ് നമുക്ക് കൃത്യമായി കിട്ടുന്നുണ്ടോ അവിടെ? എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അലേർട്ട് മെസ്സേജ് വരുന്നുണ്ട് മൊബൈലിൽ. അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആളുകളോട് പറയുന്നത് വീട്ടിനകത്ത് മാക്സിമം ഇരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇൻഡോർ ആയിട്ട് ഇരിക്കുക, പുറത്തധികം ഇറങ്ങാതിരിക്കുക എന്നാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്. അത്യാവശ്യ ഘട്ടങ്ങൾ മാത്രം പുറത്തു പോവുക എന്നുള്ളതാണ്. എല്ലാം ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ അവശിഷ്ടങ്ങൾ വീണ് പരിക്ക് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ആളുകളോട് പുറത്ത് പോകരുത് എന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം, പറ്റുന്ന സമയത്തല്ല. പവിത്ര ഉണ്ണിയുടെ നാട് എവിടെയാണ്? കേരളത്തിൽ എവിടെയാണ്? എന്റെ നാട് പാലക്കാടാണ്. പാലക്കാടാണ്. ഓക്കെ. ഈ പൊതുവിൽ നാട്ടിലുള്ളവർക്കൊക്കെ ആശങ്കയുണ്ടോ? അങ്ങനെ ആരെങ്കിലുമൊക്കെ വീട്ടിലുള്ളവർക്ക് ആശങ്കയോടെ വിളിക്കുന്നുണ്ടോ? അതെ, എല്ലാവർക്കും വളരെയധികം ടെൻഷനാണ്. കാരണം ഈ വാർത്താ ചാനലുകൾ ഇങ്ങനെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആളുകൾക്ക് വലിയൊരു ഇഷ്യൂ ആയിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാ തരത്തിലുള്ള വാർത്തകളും ഒരുമിച്ച് കാണുമ്പോൾ. പക്ഷെ ഇൻഡിവിജ്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു ഇഷ്യൂ ഒന്നും ആയിട്ടില്ല. പക്ഷെ ഇനി എന്താകും എന്നുള്ളൊരു ആശങ്ക തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ നാട്ടിലിരിക്കുന്നവർക്ക് അറിയില്ലല്ലോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ അവർക്ക് ഇല്ലാത്തത് കൊണ്ട് അവര് വളരെ ടെൻസ്ഡ് ആണ്. എപ്പോഴും വിളിക്കുകയും മെസ്സേജ് ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും സേഫ് അല്ലേ എന്നുള്ളത്. അതെ, ഞങ്ങൾ ആ ആശങ്കയ്ക്ക് ഒരു വ്യക്തത വരുത്താനാണ് ഞങ്ങളും ശ്രമിക്കുന്നത്. കാരണം അനാവശ്യ ആശങ്ക ഈ വാർത്തകൾ കാണുമ്പോൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നേരിട്ട് നിങ്ങൾ അവിടെയുള്ളവർ അനുഭവം പങ്കുവയ്ക്കുമ്പോൾ സ്വാഭാവികമായും അനാവശ്യ ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കപ്പെടട്ടെ എന്നതാണ് ഞങ്ങളും ശ്രമിക്കുന്നത്. കാരണം അത്തരമൊരു ആശങ്ക പരത്താൻ ഒരു ശ്രമവും നടത്തുന്നില്ല. മാത്രമല്ല അവിടുത്തെ വസ്തുത എന്ത് എന്ന കാര്യം പറയുകയാണ്. സ്വാഭാവികമാണ്. മലയാളികൾ നിങ്ങളൊക്കെ വിദേശത്ത് നിൽക്കുമ്പം നാട്ടിലുള്ളവർക്ക് ചില എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിരിക്കാം, ആകാംക്ഷ ഉണ്ടാവാം. അത് ഒന്ന് പങ്കുവയ്ക്കുക മാത്രമാണ് ഞങ്ങളും ഉണ്ടാവുന്നത്. നിങ്ങൾ എങ്ങനെയാണ് മലയാളികളൊക്കെ അവിടെ ആശയവിനിമയമൊക്കെ നടത്തുന്നുണ്ടോ? അത്തരത്തിൽ നമ്മുടെ ഒരു സാധാരണ ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലേ? അങ്ങനെയല്ലേ? സാധാരണ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളൊക്കെ 24 മണിക്കൂറാക്കി മാറ്റിയിട്ടുണ്ട് ആളുകൾക്ക് സാധനങ്ങളൊക്കെ കുറച്ചുകൂടി പെട്ടെന്ന് കിട്ടാൻ വേണ്ടി. പക്ഷെ പല സാധനങ്ങളും ആദ്യത്തെ ദിവസമൊക്കെ കുറച്ച് സ്റ്റോക്ക് കുറവായിട്ട് അനുഭവപ്പെട്ടിരുന്നു. ഇനി യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ ഇവിടെ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് പല കാര്യങ്ങളും പുറത്തുനിന്ന് വരണമല്ലോ. ഭക്ഷ്യവസ്തുക്കൾ പലതും പുറത്തുനിന്ന് വരണം. അപ്പൊ എയർ സ്പേസും പോർട്ടും അടച്ചിരിക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും ലഭ്യത ഭക്ഷ്യവസ്തുക്കളുടെ എന്നുള്ളൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ട്. നമുക്ക് അകത്ത് കിട്ടുന്ന സാധനങ്ങൾ കുറവാണ്. അപ്പോ എല്ലാം പുറത്തുനിന്ന് വരണം. അപ്പോ ആകാശവും കടലും അടച്ചു കഴിയുമ്പോൾ എങ്ങനെ അത് രാജ്യം ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് കോവിഡ് സമയത്തൊക്കെ ഇതുപോലുള്ള സാഹചര്യം വന്ന സമയത്ത് പലയിടത്തു നിന്നും പ്രോഡക്ട്സ് എത്തിക്കുന്ന ഒരു കാര്യം സർക്കാർ ചെയ്തിരുന്നു. പലതരത്തിലുള്ള ലോക്ക്ഡൌണുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴും. അപ്പൊ അതുകൊണ്ട് അത്ര ഒരു വസ്തുക്കളുടെ ലഭ്യത പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടായില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ യുദ്ധം എങ്ങോട്ട് നീങ്ങുന്നതിനനുസരിച്ച് പലതും മാറും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയൊരു ആശങ്ക മലയാളി സമൂഹത്തിലോ അല്ലെങ്കിൽ മൊത്തത്തിലോ ഖത്തറിൽ നിലനിൽക്കുന്നില്ല. ഇന്റർസെപ്ഷന്റെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ പൊതുവിൽ ഖത്തറിനെ സംബന്ധിച്ച് ഏറ്റവും സുരക്ഷിതമായ ഒരിടം അതാണല്ലോ നമ്മുടെ കണക്കിലുണ്ടായിരുന്നത്. പക്ഷേ ഇതിനു മുമ്പ് നമുക്കൊരു യുദ്ധസമാനമായ ആശങ്കപ്പെടുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത് വീണ്ടുമാണ് മറ്റൊരു അവസരം ഉണ്ടാകുന്നത്. അപ്പോൾ പൊതുവിൽ ഇത്തരം സാഹചര്യങ്ങളെ നേരിട്ട് ഒരു മുൻപരിചയം അവിടെ ഉള്ളവർക്ക് ഇപ്പം ഉണ്ടാവുമല്ലേ? മുമ്പും ഒരു അലേർട്ടും വാണിങ്ങും ഒക്കെ അവർ പരിചിതപ്പെട്ടിട്ടുണ്ടാവണം അല്ലേ? അതെ, ആദ്യത്തെ കഴിഞ്ഞ വർഷം ജൂണിലാണെന്ന് തോന്നുന്നു. ജൂണിലെ ഇറാന്റെ ആക്രമണ സമയത്താണ് ആളുകൾ കുറച്ചുകൂടി പാനിക് ആയത്. കാരണം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അന്ന് ആളുകൾ കുറച്ച് പാനിക് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോ ഇസ്രായേലിന്റെ സംഭവിച്ചപ്പോ കുറച്ചുകൂടി ആളുകൾ യൂസ്ഡ് ആയി. ഇപ്പോ ആദ്യത്തെ ദിവസം കുറച്ചുകൂടി ആൾക്കാരൊക്കെ അതുപോലെ ഒരു സംഭവമാണ്,
എന്നുള്ളൊരു രീതിയിലായിരുന്നു. പക്ഷെ ഇതിപ്പോ രണ്ടാമത്തെ ദിവസം ഇന്നലെയും രാവിലെയും ഇന്റർസെപ്ഷൻ സംഭവിച്ചു. ഇന്നിപ്പോ മൂന്നാമത്തെ ദിവസമാണ്. ഇന്നും മിസൈലുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അത് എങ്ങോട്ട് തിരിയും എന്നുള്ളൊരു പേടി ആളുകൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ട്. എത്ര യൂസ്ഡ് ആണെന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ സാഹചര്യം വ്യത്യസ്തമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ആളുകൾ കാണുന്നത്. കാരണം മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളിലും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ ഇറാനിലും അത് കുറച്ചുകൂടി ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായതുകൊണ്ട് ഇതെങ്ങോട്ട് തിരിയും എന്നുള്ളൊരു പ്രഡിക്ഷൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് ആളുകൾക്ക് അതൊരു ഭയങ്കര ആശങ്കയായി മാറുന്നത്. പക്ഷെ ദൈനംദിന ജീവിതത്തിൽ ഇതൊന്നും ബാധിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ആളുകൾ തമ്മിലുള്ള സംസാരത്തിലും ഇതിലൊക്കെ ആളുകൾ ഈ ഒരു ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. അത് വളരെ വ്യക്തമാണ്. കാരണം പൊതുവിൽ വാർത്തകൾ കാണുന്നവർക്കറിയാം, പശ്ചിമേഷ്യയിൽ പൊതുവിൽ ഒരു ആശങ്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു അസ്വസ്ഥത ചെറുതല്ല എന്നത്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ നേരിടുമെന്ന തയ്യാറെടുപ്പ് നടത്തി. ഈ സൂപ്പർ മാർക്കറ്റൊക്കെ 24 hours പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ എല്ലാം വേണമെങ്കിൽ വാങ്ങി സൂക്ഷിച്ച് വെക്കുക, കരുതൽ നടത്തുക എന്നത് ഒരു സംവിധാനം അവിടെ സർക്കാർ തന്നെ നടത്തി വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? അതെ, സർക്കാർ അത്തരത്തിലുള്ള നിർദ്ദേശം സൂപ്പർ മാർക്കറ്റുകൾക്ക് കൊടുത്തത് കൊണ്ടായിരിക്കും അവർ തുറക്കുന്നത്. കാരണം സാധാരണ ഒരു 12 മണി, രാത്രി 12 മണി വരെയൊക്കെയാണ് ഈ ലുലു ഒക്കെ കൂടുതലും വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ 24 മണിക്കൂർ ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ആളുകൾ പാനിക്കായി സാധനം കിട്ടാതെ ബുദ്ധിമുട്ടണ്ട എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി സമയം അനുവദിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, വളരെ നന്ദി പവിത്ര ഉണ്ണി. എന്തായാലും അവിടുത്തെ സാഹചര്യങ്ങളാണ്, മുൻ മാധ്യമപ്രവർത്തക കൂടിയാണ് അവർ പങ്കുവെച്ചത്. എന്തായാലും ഖത്തറിൻ്റെ സാഹചര്യം അതാണ്. തയ്യാറെടുപ്പുകൾ അവിടെ നടക്കുന്നുണ്ട്. നന്നായി ആശങ്കപ്പെടുന്ന പെടുന്ന രീതിയിലേക്കൊന്നും ഒരവസ്ഥയും മാറിയിട്ടില്ല. നാട്ടിലുള്ളവർ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല, അങ്ങനെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. പക്ഷേ പശ്ചിമേഷ്യയിൽ പൊതുവിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നു എന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടായാൽ ഞങ്ങൾ തയ്യാറെടുക്കുന്നു എന്നതാണ് അവിടെയുള്ളവർ തയ്യാറെടുക്കുന്നതിൻ്റെ കാര്യം. അതിനപ്പുറം ആശങ്കപ്പെടേണ്ടതായ ഒരു സാഹചര്യവും അവിടെ ഇപ്പോൾ ഉണ്ടായിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.